ഒരു 4 ബെഡ്റൂമിൻ്റെ ഒരു വീട് ഇപ്പോൾ വാടകയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. 4 ബെഡ്റൂം എന്ന് പറയുകയാണെങ്കിൽ 2 ബെഡ്റൂം താഴെ, 2 ബെഡ്റൂം മുകളിൽ. അപ്പോൾ 2 ഫാമിലിയൊക്കെ ഉണ്ടെച്ചെങ്കിൽ സുഖമായിട്ട് താമസിക്കാൻ പറ്റും. 12,000 വാടകയുള്ളൂ. സെപ്പറേറ്റ് കോണിയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളിൽ കൂടെ വരുന്നതുകൊണ്ട് 2 ഫാമിലിക്കൊക്കെ സുഖമായിട്ട് താമസിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 12,000 വാടകയുള്ളൂ. പിന്നെ വില്ലടത്താണ്, തൃശ്ശൂർ വില്ലടത്താണ് ഈ വീട് വരുന്നത്. കുടിവെള്ളത്തിനായിട്ട് കിണറാണ്. പുറകിൽ ഇത്തിരി സ്ഥലം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീടിൻ്റെ ബാക്കിൽ കോമൺ ബാത്റൂം സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളിൽ 2 ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കയറിഞ്ഞ ഉള്ളിലത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. അപ്പോൾ ഇതിലിപ്പോൾ താമസക്കാരുണ്ട്. ഇവർക്ക് പുതിയ വീട് വാങ്ങിച്ചത് കൊണ്ട് അപ്പോൾ ആ വീട്ടിലേക്ക് താമസം മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീട് വെറുതെ ഇടണ്ടെന്ന് വെച്ചിട്ട് വാടകയ്ക്കായിട്ട് ഇതാണ്. ഈ കോണിയാണ് ഞാൻ പറഞ്ഞത്. പുറത്ത് കൂടെ ഒരു ഉള്ളിൽ കൂടെ കോണി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കോണിയില്ല, സൈഡിലായിട്ടാണ് കോണി. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല, വേറൊരു ഫാമിലി ഉണ്ടെങ്കിൽ കൂടി. അപ്പോൾ വീടിൻ്റെ ഉൾവശമൊക്കെ എങ്ങനെയാണ്? 2 ബെഡ്റൂം, താഴെ ബാത്റൂം വരുന്നുണ്ട്, കിച്ചൺ വരുന്നുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മെയിൻ ഹൈവേയുടെ സൈഡിലാണ് ഈ വീട് വരുന്നത്. പോയി വരാനൊക്കെ നല്ല എളുപ്പമാണ്. വീടിൻ്റെ മുന്നിൽ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറൂടെ കൊടുത്തിട്ടുണ്ട്, നമ്പർ വിളിച്ചാൽ മതി. അത് വീട് വാങ്ങാനായാലും ഇതിന് കുറവുള്ള വാടകയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ല തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ വിളിച്ചാൽ മതി. വീട് വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും വിളിച്ചാൽ വേണ്ട. ഞാൻ മുകളിലൊന്ന് കാണിച്ചു തരാം. മുകളിൽ ഇങ്ങനെയാണ് സ്റ്റെയറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വേറൊരു ഫാമിലി ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കയറി പോകാനൊക്കെ നല്ല സൗകര്യമാണ്. കയറി വരുമ്പോൾ തന്നെ സൈഡിലൊരു ബാത്റൂം വരുന്നുണ്ട്. പിന്നെ 2 ബെഡ്റൂം വരുന്നുണ്ട്, ബാൽക്കണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ്, ചെറിയ ബെഡ്റൂം അല്ല. അപ്പോൾ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണാമല്ലോ കാര്യങ്ങളൊക്കെ. അങ്ങനെ ബാക്കിലുള്ള സ്ഥലങ്ങളാണ് ഞാൻ കാണിച്ചത്. അങ്ങോട്ടുള്ള സ്ഥലമുണ്ട്. കുടിവെള്ളത്തിന് ഒരിക്കലും പറ്റാത്ത കിണറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് റൂമിൻ്റെ സൗകര്യങ്ങൾ വരുന്നത് കേട്ടോ. ചെറിയ ബെഡ്റൂമല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു അന്തരീക്ഷമാണ് അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കേട്ടോ. ബാൽക്കണിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി ബാൽക്കണിയും കൂടി നമുക്ക് നോക്കാം. ആണ് ബാൽക്കണി വരുന്നത്. ഇവിടെ നിന്നാൽ റോഡ് കാണാം കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് വരുന്ന നല്ല എല്ലാ ഒരു വാഹനവും വീട്ടിലേക്ക് വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ.